തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ തിരക്കിലാണ് നാടും നഗരവുമെല്ലാം. എന്നാൽ നാട്ടിലിതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട്, നമ്മളതൊക്കെ കാണുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, ജെൻസിക്ക് എന്താണ് പറയാനുള്ളത്? ജെൻസി രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ പ്രൊവിഡൻസ് വുമൻസ് കോളേജിലാണ്. നിങ്ങളൊക്കെ പ്രൊവിഡൻസിലെ കരുത്തുറ്റ കുട്ടികളാണല്ലേ? അതെ. ഇപ്പോൾ ഇലക്ഷൻ, തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ തിരക്കിലാണ് എല്ലാവരും ഉള്ളത്. ഇതൊക്കെ കാണുന്നുണ്ടോ വാർത്തകളൊക്കെ? ഇല്ല. എന്താണ് കാണുന്നത്? പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാറില്ല. എന്താണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. നാട്ടിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഒരു കോളേജ് സ്റ്റുഡൻസ്, അതായത് 21 വയസ്സ് ചെറുപ്പക്കാരാണ് വരുന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ വരെ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഇലക്ഷൻ വരെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായ ആൾക്കാരായിരുന്നു. ഇപ്പോൾ പക്ഷേ മാറിയിട്ടുണ്ട്. കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർ വരുന്നതാണ് ഈ ഒരു മേഖലയിലേക്ക് നല്ലത്. യൂത്തിലത്തെ ആൾക്കാർക്ക് യൂത്തിൻ്റെ കാര്യങ്ങളല്ലേ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്തൊക്കെ ജെൻസിക്കില്ലേ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇഷ്ടമല്ല. മെയിൻലി ഇപ്പോൾ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ ലെഫ്റ്റ്, ചില ആൾക്കാർ റൈറ്റ്, എന്നിട്ട് അതിൻ്റെ അടുത്തേക്കായിട്ട് ഇങ്ങനെ പോവുക. വേറൊരു വിചാരമില്ല, എക്കോ ചേംബർ ആണ് മൊത്തം. 20 വയസ്സുള്ള ആൾക്കാരൊക്കെ എന്താണ് സ്ഥാനാർത്ഥികളാണ്, നല്ല കാര്യമാണ്. ജെൻസിക്ക് താല്പര്യമുള്ളതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടോ? അങ്ങനെ എടുത്തു പറയാൻ തക്ക അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ജെൻസി പൊളിറ്റിക്സിനോട് കുറേ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഇവിടെ CPM ഭരിക്കുന്നു, അല്ലെങ്കിൽ UDF ഭരിക്കുന്നു. ഇതൊക്കെ മാറണം, ഇതിലൊക്കെ ചേഞ്ച് വരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അവസരം കിട്ടട്ടെ, എല്ലാവരും മുന്നോട്ട് വരട്ടെ, ചേഞ്ചസ് വരട്ടെ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ വന്നു കഴിഞ്ഞാൽ എന്താണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? വിദ്യാഭ്യാസമുള്ള ആൾ തന്നെ വരണം. പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഓളം, അതല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം പൊളിറ്റിക്സിൽ നടക്കുന്ന ചർച്ച, അതൊക്കെ ക്യാമ്പസിൽ ഉണ്ടാവുന്നുണ്ട്. ചർച്ചകൾ ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജെൻസിക്ക് തീർച്ചയായിട്ടും പൊളിറ്റിക്സിൽ ഒരു ഐഡിയോളജി അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള വശം കൂടെ ചിന്തിച്ചിട്ടാണ് ജെൻസി മുന്നോട്ട് വരുന്നത്. നമ്മൾ എന്ത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക? പാർട്ടി നോക്കിയിട്ടാണോ വ്യക്തിയെ നോക്കിയിട്ടാണോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക? ഞാൻ പേഴ്സണലി പാർട്ടി നോക്കാറുണ്ട്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയും വ്യക്തിയും നോക്കാറുണ്ട്. വേറെ എന്തൊക്കെയാണ് നോക്കുക? നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് അനുയോജ്യമായ ഒരാളെ തന്നെ ആയിരിക്കും നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടോ നാട്ടിലെ? വികസന പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താ തോന്നുന്നത്? വികസനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിൽ അഴിമതികൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ കറപ്ഷൻ ആയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലാതെ അത് മെയിൻറ്റെയിൻ ആയിട്ടാണോ പോയിട്ടുള്ളത്, അതിലെല്ലാ ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ വികസനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് ശരിയായ രീതിയിലാണോ എന്നുള്ളത് നമ്മൾ ഈ ജെൻസി തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളാണ് ഇനി ഈ ഭാവി എന്ന് പറയുന്നത്, നമ്മളാണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മളാണിത് ചിന്തിക്കേണ്ടത്. കൂടുതൽ ആൾക്കാരും എന്ത് വന്നെങ്കിലും സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്യുന്നതും എന്ത് എഴുതിയിടുന്നതും ഒരു ഹാഷ്ടാഗിലൂടെയാണ് അവരുടെ പ്രതിഷേധങ്ങൾ അവർ കാണിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പല റെസ്ട്രിക്ഷൻസും നമുക്കുണ്ട്. നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നിടത്താണെങ്കിൽ കൂടെ നമുക്ക് പലപ്പോഴും പലവരും പേടിയാണ്. ഈ പ്രതിഷേധിക്കുന്നവർ പോലും പല എന്താ പറയുക ഫേക്ക് IDs എന്നാണ് അവർ കമൻ്റ് ഇടാറ്. ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുന്നത്, ഇതൊക്കെ ശരിയാണോ? ശരിയാണോ എന്ന് ചോദിച്ചാൽ, ഒരു പ്രൈവറ്റ് സ്കൂളിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ചെയ്യുക. അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഓക്കെ. പക്ഷെങ്കിൽ വിദ്യാർത്ഥികളെ മതം പറഞ്ഞ് വേർതിരിക്കുന്ന ഒരു പരിപാടി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെ കോളേജിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ കാണിക്കാത്തൊരു കോളേജാണ്. സിസ്റ്റർമാരാണെങ്കിലും ബാക്കി ടീച്ചേഴ്സാണെങ്കിലും പല ടീച്ചേഴ്സും കുട്ടികളും ഈ കോളേജിൽ പല റിലീജിയനിലുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ പ്രൊവിഡൻസിലെ കുട്ടികൾ എന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നടക്കുന്നേ ഇല്ല. ഹിജാബിൻ്റെ വിഷയം വരുമ്പോൾ ഇപ്പം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മതം പറയേണ്ട കാര്യം ഇല്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും എടുക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. എന്നിരുന്നാലും ഈ ഇന്ത്യൻ ജനാധിപത്യം, നമ്മളെ ഇന്ത്യയിൽ മതം പറഞ്ഞിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരേണ്ട കാര്യമില്ല. അവിടെ ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും അവിടെ മതം അല്ല പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ മതത്തിനല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവിടെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ്. അതിലേക്കാണ് അവൾ ഫ്യൂച്ചർ നോക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ ഹിജാബിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട്, ഡ്രസ്സിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രയർ ഫോഴ്സ് ചെയ്തിട്ട് ഇതൊന്നും ആയിരിക്കരുത് ഈ മാനേജ്മെൻറ്റ് തര സ്കൂളുകളും കോളേജുകളും വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ അതിനോട് കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, അങ്ങനെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്താറുണ്ടോ നിങ്ങളൊക്കെ? ഒരു പബ്ലിക് സ്പേസിലൊന്നും പറയാറുണ്ട്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പറയുന്നവരും ഉണ്ട്. ഞാൻ പേഴ്സണലി
കുറച്ച് റിസർവ്ഡ് ആയതുകൊണ്ട് പറയാറില്ല. പറയുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്സ് രേഖപ്പെടുത്തേണ്ടതാണ്. വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ദിവസമുണ്ട്. ആ ദിവസമാണല്ലോ നമ്മൾ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കിയിട്ട് വോട്ട് ചെയ്യണം? എന്ത് നോക്കിയിട്ടാണ് ജൻസി ശരിക്കും വോട്ട് ചെയ്യുന്നത്? ജെൻസി എന്നല്ല എല്ലാവരും നോക്കേണ്ടത് നമുക്ക് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഡെവലപ്മെൻറ്റ് വരുമോ, അത് ആര് വന്നാലാണ്, ഏത് വ്യക്തി വന്നാലാണ്. വ്യക്തി നോക്കണം, പാർട്ടി നോക്കണം. ഒരു വ്യക്തി മാത്രമല്ല നോക്കുന്നത്, പാർട്ടി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പം എല്ലാം നോക്കി കണ്ടും വേണം നമ്മൾ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ആവുക, നമ്മൾ വികസനത്തിൻ്റെ പാതയിലെത്താൻ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ. ഈ ചെറുപ്പക്കാരായ പിള്ളേരെല്ലാം മന്തി കഴിച്ചിങ്ങനെ നടക്കുകയാണ്, വേറെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ള ആരങ്ങനെ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും അറിയോ? PV അൻവർ അല്ലേ? പുള്ളി എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അത് നാട്ടിലുള്ള ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് പൊതുവേ സോഷ്യലി എല്ലാവരും ഒരുമിച്ച് പോകുന്നു, ഫുഡ് കഴിക്കുന്നത് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷേ എന്നാൽ പോലും എല്ലാവരും നല്ല പൊളിറ്റിക്കലി അവെയർ ആണ്. ഇങ്ങനെ മന്തി കഴിച്ച് നടക്കുന്നുണ്ടെങ്കിലും എന്താണ് എവിടെയാണ് പറയേണ്ടതെന്ന് നല്ല വ്യക്തമായ ബോധമുള്ള ആൾക്കാരുണ്ട്, ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. അത് ജെൻസീനെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ മില്ലേനിയൽസ് ആണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അത്രത്തോളം ബോധമില്ലാത്ത ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അറിഞ്ഞ് അവർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു മിനിമം തിരിച്ചറിവ് ഓരോ ജെൻസി സ്റ്റുഡൻസിന് ഉണ്ട്. ജെൻസി ബോധമുള്ളവരാണ് അല്ലേ? അതെ അതെ അതെ. ഒരു സംശയ കാര്യത്തിലില്ല. നല്ല ബോധമുള്ളവരുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. മോശമെന്ന് തോന്നുന്ന അതല്ലെങ്കിൽ ആൾക്കാർ നിരന്തരമായിട്ട് വിമർശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജെൻസിക്ക് ഉണ്ടോ? ജെൻസി കെയർലെസ് ആണ്, അതായത് പൊളിറ്റിക്സിനോടൊന്നും താല്പര്യമില്ലാത്തവരാണ് എന്നുള്ള രീതിയിലൊക്കെ. പൊളിറ്റിക്സിനോട് താല്പര്യമില്ലാത്തവരാണോ ജെൻസി? അല്ല, ഒരിക്കലല്ല. കാരണം ഞങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ജെൻസി മക്കളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പൊളിറ്റിക്സ് ഇല്ല, ഞങ്ങളുടെ ക്യാമ്പസിൽ പൊളിറ്റിക്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാതെ പോകുന്നവരല്ല ജെൻസി. ഇവിടുത്തെ കുട്ടികൾ ആരും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാതെ പോകുന്നവരല്ല. ഒരു പ്രശ്നത്തെ കണ്ട് അതിനെ വിലയിരുത്തി അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരാണ് ജെൻസി. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ജെൻസിനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിയ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഡിമെറിറ്റ്സും ഉണ്ട് മെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നത് ജെൻസി ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്, കുറേ അധികം ഓപ്പൺ മൈൻഡഡ് ആണ്, ബ്രോഡഡ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെ ഓപ്പൺ മൈൻഡഡ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തു മറുപടി പറയും? വിമൻ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കാര്യമല്ല, പുറത്തുള്ളവരുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതോ അവർ എംപവർ ചെയ്യുന്നതാണ് വിമൻ സേഫ്റ്റിയുടെ ഫസ്റ്റ് മെയിൻ കാര്യം. അങ്ങനെ എംപവർ ചെയ്യുന്ന പദ്ധതികളൊക്കെ സർക്കാരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ? എന്ത് തോന്നുന്നു? ചെറുതായിട്ടും ഉണ്ട്, എങ്കിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നുണ്ട് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവും? പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പം ആദ്യമൊക്കെ സ്ത്രീകൾക്ക് ഒട്ടും എന്താ പറയുക, ഒരു വഴി നടക്കാനോ രാത്രി പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ ഇതൊരു സ്ലോ പ്രോസസ്സാണെന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. പതിയെ സൊസൈറ്റി മാറി വരുന്നുണ്ട്. എന്താ തോന്നുന്നത്? വുമൺ എംപവർ എന്നൊക്കെ പറയുന്നതാണ്, പക്ഷെ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾക്കുള്ള ശത്രു. അതാണ് ഫസ്റ്റത്തത്. പിന്നെ ഈ പറയുന്ന സേഫ്റ്റി എന്ന് പറയുന്ന കാര്യമായി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് പുറത്ത് പോകാൻ ഇപ്പോഴും കേരളത്തിലൊന്നും ഒരു സേഫ്റ്റി ഇല്ല, ഒന്നുമില്ല. എത്ര റേപ്പ് കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. അപ്പം ഈ വുമൺ എംപവർ എന്ന് പറയുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, സേഫ്റ്റി എന്ന് പറയുന്നത് ആയിക്കോട്ടെ, അത് വുമൺസിന് മാത്രം ആവരുത് അതിൻ്റെ ഐഡിയോളജി ഉണ്ടാവേണ്ടത്. ഒരു സൊസൈറ്റി മൊത്തത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായി മാറുമ്പോഴേ ഇതൊക്കെ മുന്നോട്ട് വരുള്ളൂ. ഇതൊക്കെ നോക്കിയിട്ടാണോ നിങ്ങളൊക്കെ വോട്ട് ചെയ്യുക? എന്തായാലും അങ്ങനെ തന്നെ വോട്ട് ചെയ്യുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഇടതുപക്ഷമായിരിക്കാം, ചിലപ്പോൾ വലതുപക്ഷമായിരിക്കാം, ചിലപ്പോൾ BJP ആയിരിക്കാം. ഏത് പാർട്ടിയിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും നമ്മളെ പേഴ്സണലായിട്ടുള്ളൊരു പാർട്ടി, ഒരു പൊളിറ്റിക്കൽ വ്യൂ കൂടെ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിൽ എന്താണ് നല്ലത്, നമുക്ക് എന്താണ് നല്ലത്, നമ്മുടെ സമൂഹത്തിന് എന്താണ് നല്ലതെന്ന് മനസ്സിലാക്കി നമ്മളൊരു നല്ല നാളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ ഭരിച്ചിട്ടേ ഇവിടെ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആളാണ് സ്ഥാനാർത്ഥി, അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യോ? അത് പറയാൻ പറ്റൂല. നമുക്ക് പൊളിറ്റിക്സ് ഉണ്ട്. അതുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരം ഉണ്ടാവുക, ഉപകാരമുള്ള ഒരാളാണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യും. ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും എന്ന് ഉറപ്പുള്ള ആളെ മാത്രമേ വോട്ട് ചെയ്യൂ. ജെൻസി പിള്ളേർ പൊളിയാണ്, പ്രത്യേകിച്ച് പ്രൊവിഡൻസിലെ പിള്ളേർ പൊളിയാണ്. അതാണ് ജെൻസിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, വികസനമില്ലായ്മ, ഇവിടെ ഉയരുന്ന ചർച്ചകൾ, ഇതൊക്കെ നോക്കിയിട്ട് കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നാണ് ഈ പ്രൊവിഡൻസിലെ പിള്ളേരൊക്കെ പറയുന്നത്. പ്രൊവിഡൻസിലെ പിള്ളേർ ജെൻസി പൊളിയാണ്. ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.